നല്ല മണമുണ്ടല്ലോ ടീന. ഇതെങ്ങനെയാ ഉണ്ടാക്കിയത്? ഇത് ഞാനൊരു പഴയ വാരികയിൽ കണ്ട പൊടിക്കയാ. ചുമ്മാ ഒന്ന് പരീക്ഷിച്ചു നോക്കി. എന്താണാ പൊടിക്കൈ? ഞാനും കൂടി അറിയട്ടെ. ചായക്കു വേണ്ടിയുള്ള പാലും വെള്ളവും തിളച്ചു വരുമ്പോൾ 2 ചെറിയ ഇലയ്ക്ക പൊടിച്ചിട്ടു. കൊള്ളാം ടീന, ഒരു വ്യത്യസ്ത രുചി, നല്ല മണവും. പക്ഷേ എനിക്കിഷ്ടം ആ സാധാരണ ചായ തന്നെയാ കേട്ടോ. ശരി ഡാഡി, ഇന്നിതൊന്ന് പരീക്ഷിച്ചെന്നു മാത്രം. നാളെ മുതൽ ആ സാധാ ചായ തന്നെ തന്നേക്കാം. പരീക്ഷണം കലക്കി, എനിക്കിഷ്ടവുമായി. പക്ഷേ രാവിലെ എന്നുമുള്ള ആ ചായയുടെ രുചി എന്റെ പ്രഭാതത്തിന്റെ ഒരു ഭാഗമാണ് ടീന. അപ്പോ ഡാഡി തുടങ്ങി വെച്ച ഗ്രീൻ ടീയുടെ രുചിയോ? ആരോഗ്യം പ്രധാനമാണെങ്കിലും ഇതൊക്കെ തന്നെയാ അത് തുടർന്നു പോകാനുള്ള ഒരു ബുദ്ധിമുട്ട്. അതിരിക്കട്ടെ, എവിടെ നമ്മുടെ പാപ്പാൻ? ഡാഡി വേണ്ട, ടോമിനെ അങ്ങനെ കളിയാക്കണ്ട. എവിടെ ടോം? പഴയൊരു ലൈബ്രറി കാർഡ് കാണാനില്ല എന്നും പറഞ്ഞ് അവിടെയെല്ലാം വലിച്ചു മറിച്ചിടുന്നുണ്ട്. കരിമ്പിൻകാട്ടി കേറിയ ആനയെപ്പോലെ അല്ലേ? ആ ടൂറിന് ശേഷം ഡാഡിയുടെ വായിൽ നിന്നും ആനയും പാപ്പാനൊന്നും പോയിട്ടില്ല അല്ലേ? ശരിയാ ടീന, ആ ദിവസം അങ്ങനെ പെട്ടെന്നൊന്നും മനസ്സിൽ നിന്നും പോവില്ല. ശരിയാ. ഹോ, കാട് ഇത്ര ഭീകരമാണെന്ന് അന്നാണ് എനിക്ക് മനസ്സിലായത്. ടീന, എന്നിട്ട് ടോമിന് ലൈബ്രറി കാർഡ് കിട്ടിയോ? ഞാൻ വരുന്നവരും കിട്ടിയിട്ടില്ലായിരുന്നു. എന്നാൽ തിരച്ചിലിൽ നമുക്കും പങ്കുചേരാം. എന്തു പറയുന്നു ടീന? ഞാനില്ല ഡാഡി. ആ മുറി കണ്ടാൽ ഹോ, അതിനി എങ്ങനെ വൃത്തിയാക്കും? ടീന, നമ്മൾ മടി പിടിക്കരുത്. വൃത്തിയാക്കിയാൽ വൃത്തിയാകാത്ത മുറിയുണ്ടോ? അതൊക്കെ ശരി തന്നെയാ. പക്ഷേ ഇത് ടോം വൃത്തികേടാക്കാനും നമ്മൾ വൃത്തിയാക്കാനും അത് ശരിയാണോ ഡാഡി? ടീന പറഞ്ഞതിലും കാര്യമുണ്ട്. പക്ഷേ വീട്ടുകാര്യങ്ങളിൽ കണക്ക് വെക്കുന്നത് ശരിയാണോ ടീന? ശരിയല്ല. പക്ഷേ ടോമിനോട് എത്ര പറഞ്ഞാലും ടോം പിന്നെയും വലിച്ചു വാരി തന്നെ ഇടുകയുള്ളൂ. അത് ടോമിന്റെ പ്രായം അത്രയല്ലേ ഉള്ളൂ ടീന. അപ്പോ ഞാനോ? എനിക്കും വലിയ പ്രായവ്യത്യാസമൊന്നും ഇല്ലല്ലോ ഡാഡി. അത് പിന്നെ ടീനയെപ്പോലെ അത്രയ്ക്കങ്ങ് കഴിവ് ടോമിനുണ്ടോ? ഡാഡിയെ സമ്മതിച്ചു. വാ, നമ്മൾ രണ്ടുപേരും ചേർന്ന് ടോമിനെ സഹായിക്കുന്നു. ഓക്കേ? ഓക്കേ. ടോം, കിട്ടിയോ? കിട്ടിയ പിന്നെ കാണില്ലേ? ഞാൻ പോകുന്നു. എന്താ ടോമി കാണിക്കുന്നേ? ഡാഡി, എന്റെ ലൈബ്രറി കാർഡ് കാണുന്നില്ല. ടീന പറഞ്ഞു, അതിനിങ്ങനെയാണോ ഒരു സാധനം തെരയുന്നത്? എത്ര നോക്കിയിട്ടും കാണുന്നില്ല ഡാഡി. നിസ്സാരമായ അശ്രദ്ധ കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ടോം. അതുകൊണ്ട് നിരാശപ്പെടേണ്ട. ടോം, മര്യാദയ്ക്ക് ഈ റൂം ശരിയാക്കിട്ടു. ഇല്ലെങ്കിൽ ഞാൻ മമ്മി വരുമ്പോ പറയും. കണ്ടോ ഡാഡി, ഈ ടീന പറയുന്നേ? സാരമില്ല ടോം, നമുക്ക് ശരിയാക്കിയിടാം. ആഹാ, കിട്ടിയോ? കൊള്ളാം. ഇനി നമുക്കിതൊക്കെ ഒതുക്കി വെക്കാം ടോം. പക്ഷെ ഡാഡി, ഇപ്പൊ തന്നെ വൈകി. ഞാൻ ലൈബ്രറിയിൽ നിന്ന് വന്നിട്ട് ശരിയാക്കിയാൽ പോരെ? ശരി, എന്നാ ടോം പോയിക്കോളൂ, ഞാൻ അടുക്കി വെച്ചോളാം. ഞാനും സഹായിക്കാം ഡാഡി. ആഹാ, എന്നാ വേഗം വാ ടീന, നമുക്ക് ഒതുക്കി വെക്കാം. എന്നാൽ പിന്നെ ഞാനും കൂടാം. വളരെ നല്ലത്. പക്ഷേ ടോമിന് അത്രയും കുറവ് പുസ്തകങ്ങളെ വായിക്കാനൊക്കൂ. നമ്മൾ 3 പേരും കൂടെ ചെയ്താൽ എളുപ്പം തീരില്ലേ? തെറ്റുകൾ തിരിച്ചറിയുന്നത് ഒത്തിരി വലിയ കാര്യമാണ് ടോം. തീർന്നു, ഇത്രയുള്ളൂ കാര്യം. ഇനി എന്താ പരിപാടി? നേരെ ലൈബ്രറിയിലേക്ക് തന്നെയല്ലേ? അതെ ഡാഡി. ടീനയോ? ഞാനും ടീനയും കൂടിയാ പോകുന്നേ. ആണോ ടീന? ഞാനിപ്പോഴറിയുന്നു ഡാഡി. വാ ടീന, നിനക്കും അവിടെ കാർഡുള്ളതല്ലേ? അപ്പോ ഉച്ചക്കത്തേക്ക് ഭക്ഷണം ഉണ്ടാക്കണ്ടേ?
അത് സാരമില്ല ടീന, ഇന്ന് ഞാൻ അല്പം ഫ്രീയാ, ഞാനുണ്ടാക്കാം. ഡാഡിക്ക് ബുദ്ധിമുട്ടാവില്ലല്ലോ. മമ്മി ഇപ്രാവശ്യം കൂടി പറഞ്ഞതാ ഡാഡിയെ കൊണ്ട് കുക്കിംഗ് ചെയ്യിക്കരുതെന്ന്. നല്ല ചോറും കറിയും കഴിക്കണമെങ്കിൽ മതി. ശരിയാ, ടീനയേക്കാൾ നന്നായി ഡാഡി കുക്ക് ചെയ്യും. വാ ടീന. ശരി ടോം. ടീന, പിന്നെ ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസിന്റെ സ്ട്രേഞ്ച് പിൽഗ്രിംസ് എന്ന ബുക്ക് വന്നോ എന്ന് നോക്കണം കേട്ടോ. ഈ എഴുത്തുകാരനെ അപ്പൂപ്പനും ഒത്തിരി ഇഷ്ടമാണല്ലേ? വളരെ ശരിയാണ്. എന്റെ ഡാഡി ഇദ്ദേഹത്തിന്റെ കൃതികളുടെ ഒരു ആരാധകൻ തന്നെയായിരുന്നു. ഡാഡിയുടെ പേര് അങ്ങനെ കിട്ടിയതാലേ. ഞങ്ങൾ എന്നാ പോയിട്ട് വരാം ഡാഡി. ബൈ ഡാഡി. ശരി മക്കളെ, സൂക്ഷിച്ചു പോകണം കേട്ടോ. ശരി ഡാഡി. മാർക്കസിന്റെ മകൻ ടോം അല്ലേ? അതെ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ സ്കൂൾ പൂട്ടിനാ നിങ്ങൾ വന്നേ. കാർഡ് കയ്യിലുണ്ടല്ലോ അല്ലേ? നമ്പർ 170. ഒരു ബുക്കും കിട്ടാനുണ്ട്. ആ, അബ്രഹാമിന്റെ വഴികളിലൂടെ എന്ന ബുക്കല്ലേ? അതെ, പക്ഷേ അത് ഞങ്ങളുടെ കസിൻ വന്ന് എടുത്തുകൊണ്ട് പോയിട്ട് ഇതുവരെ തിരിച്ചു തന്നില്ല. അതൊക്കെ എനിക്ക് കമ്മിറ്റി പറയാൻ പറ്റില്ല മക്കളെ. നിങ്ങൾ അന്ന് തന്ന നമ്പറിൽ ഞാൻ കുറേ വിളിച്ചു നോക്കി. എങ്ങനെയെങ്കിലും ബുക്ക് തിരികെ തന്നിട്ട് ഫൈൻ അടക്കണം കേട്ടോ. ശരി അങ്കിൾ. അങ്കിൾ, ഈ ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസിന്റെ ബുക്സ് ഉണ്ടോ? പിന്നല്ലാതെ ഉണ്ടല്ലോ ടോമേ. കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന്റെ വേർപാടിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ കൃതികൾക്ക് ഇവിടെ ഡിമാൻഡ് കൂടിയത്. ഏത് ബുക്കാണ് ടോമിന് വേണ്ടത്? അത് അദ്ദേഹം എഴുതിയ ഏറ്റവും വലിയ ബുക്ക് താ. വലിപ്പം നോക്കിയിട്ടാണോ ബുക്ക് എടുക്കുന്നത്? പിന്നെ പുസ്തകത്തിലെ ഉള്ളടക്കമല്ലേ പ്രധാനം. അത് തന്നെയാ ഞാനും ഉദ്ദേശിച്ചത്. അദ്ദേഹത്തിന്റെ സ്ട്രേഞ്ച് പിൽഗ്രിംസ് തരൂ. ആ, മോളുടെ പേര് ടീന. ആ, ടീന. ടീന നന്നായി വായിക്കുന്ന കൂട്ടത്തിലല്ലേ? കുറച്ചൊക്കെ. ഓ, എന്തൊരു എളിമ. കുറച്ചൊക്കെ. ആ ബുക്ക് ജീവിതത്തിൽ കണ്ടിട്ട് പോലുമില്ല. എന്നിട്ടാ ഡാഡി പറഞ്ഞ പേരും നന്നായി ഉപയോഗിച്ചു. ചുവന്ന റോസാപ്പൂക്കൾ കണ്ട് പ്രണയമാണ് ഉള്ളടക്കം എന്ന് തെറ്റിദ്ധരിക്കണ്ട. ആ 12 പൂക്കൾ ഈ പുസ്തകത്തിനകത്തെ 12 കഥകളെയാണ് സൂചിപ്പിക്കുന്നത്. എനിക്കറിയാം, സുന്ദരമായ 12 കഥകൾ എന്നല്ലേ അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്. വളരെ ശരിയാണ് മോളെ. അതിരിക്കട്ടെ, ഇവിടെ ഇരുന്ന് വായിക്കാനാണോ അതോ കൊണ്ടുപോകാനാണോ? ഇവിടെ ഇരുന്ന് വായിച്ചതിന് ശേഷം കൊണ്ടുപോകാനാണ്. കഴിയുന്നതും വേഗം തിരികെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം. നല്ല ഡിമാൻഡുള്ള പുസ്തകാ കേട്ടോ. ശരി അങ്കിൾ. അബ്രാമിന്റെ വഴികളും മറക്കണ്ട കേട്ടോ. അത് ശ്രമിക്കാം. ശ്രമിച്ചാ പോരട്ടോ, എങ്ങനെയും കൊണ്ടുവരണം. ആ, തീർച്ചയായും. എനിക്ക് ആ മാഗസിൻ കൂടി തന്നേക്കൂ. മോളെ, ഇത് കഴിഞ്ഞ മാസത്തെയാ. ഈ മാസത്തെ വന്നിട്ടുണ്ട്. ആഹാ, 2 എടുത്തോളൂ. ആ, സ്ട്രേഞ്ച് പിൽഗ്രിംസ്. ഞാനും ഗബ്ബോയുടെ ആരാധകനാണ്. ഗാബോ? അതെ, ഗബ്ബോ. അദ്ദേഹം ജനിച്ച കൊളംബിയയിലും മറ്റു ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും. അദ്ദേഹത്തിന്റെ ആരാധകർ സ്നേഹത്തോടെ വിളിച്ചിരുന്ന പേരാണിത്. ഗബോ വിളിക്കാനും എളുപ്പം ഇതാണ്. 82-ൽ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആളാണ് അദ്ദേഹം. ആണോ? അപ്പോ ഇതൊന്നും അറിയില്ലല്ലേ? ഈ കാലത്തെ കുട്ടികൾ കഷ്ടം.
ഓ ശരി, ആയിക്കോട്ടെ. അങ്ങ് കൊളംബിയയിൽ ജനിച്ച ആ മനുഷ്യന് ഇവിടെ കേരളത്തിൽ വരെ ആരാധകർ. അതാണ് ഈ സാഹിത്യത്തിന്റെ ഒരു പ്രത്യേകത. അതിന് ടീനയ്ക്ക് സാഹിത്യത്തെ കുറിച്ചൊക്കെ അറിയാമോ? അധികമൊന്നുമില്ല. എന്നാലും ഇന്ത്യക്കുമുണ്ട് നോബൽ സമ്മാനം നേടിയ ഒരു പ്രശസ്ത സാഹിത്യകാരൻ എന്നറിയാം. ആ, രവീന്ദ്രനാഥ് ടാഗോർ, നമ്മുടെ നാഷണൽ ആന്തം എഴുതിയ. അതെ, ആ പേരിൽ നമ്മൾക്കും അഭിമാനിക്കാം. ആഹാ, ഇപ്പോഴാണോ വരുന്നത്? ഭക്ഷണമൊക്കെ തണുത്തിട്ടുണ്ടാവും. സ്ട്രേഞ്ച് പിൽഗ്രിംസ് കിട്ടിയോ? കഴിയുന്നതും വേഗം തിരിച്ചു കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അതിനെന്താ, ഇതിലാകെ 12 കഥകളല്ലേ ഉള്ളൂ. ഡാഡിക്കും അറിയോ ഈ പുസ്തകത്തെ കുറിച്ച്? ഒരു നല്ല സാഹിത്യകാരന്റെ കൃതികളെക്കുറിച്ച് അയാളുടെ ആരാധകർക്ക് അത്യാവശ്യ അറിവുണ്ടാവും. ടോം ഇന്ന് ഫുട്ബോൾ കളിക്കാൻ പോകുന്നുണ്ടോ? എളുപ്പം ഭക്ഷണം കഴിക്കേ, എന്നിട്ട് മതി കളിയൊക്കെ. ഡാഡി കഴിച്ചോ? ഞാൻ കൃത്യസമയത്ത് കഴിച്ചു. എന്റെ പ്ലാൻ വേറെയാ. അതെന്താ ടോം? അതൊക്കെ ഉണ്ട്. എന്താണെങ്കിലും ആദ്യം വല്ലതും കഴിക്കാം, നല്ല വിശപ്പുണ്ട്. ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് സാഹിത്യം ഉണ്ടാവോ? ടോം അത് കണ്ടെത്താൻ ശ്രമിക്കട്ടോ, ഞാനിത് കഴിക്കാൻ ശ്രമിക്കട്ടെ. ഭക്ഷണവുമായി ബന്ധപ്പെട്ട നല്ല നോവലുകളും സിനിമകളൊക്കെയുണ്ട്. അതിലൊന്നാണ് 2010 ഇറങ്ങിയ റിച്ചാർഡ് മൊറൈസിന്റെ ദി 100 ഫുഡ് ജേർണി. 2012 മലയാളത്തിലും അങ്ങനെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു സിനിമ വന്നു. 2014 ദി 100 ഫുഡ് ജേർണി എന്ന പേരിൽ തന്നെ ആ കഥ സിനിമയായി. ഡാഡിക്ക് നല്ല ജനറൽ നോളജാ അല്ലേ ടോം? ശരിയാ. എവിടെ പോകുവാ ടോം? അത് സർപ്രൈസ്. ഭയങ്കര ഭംഗിയുള്ള ആ രാജകുമാരനെ അവർ സ്നേഹത്തോടെ ടോം എന്ന് വിളിച്ചു. കൊള്ളാം. ആഹാ, ഭയങ്കര ഭംഗി. പേര് ടോം. ശരിയാ, എന്റെ ടോമേ, ഇങ്ങനെ സത്യസന്ധനാവരുത്. എന്താ? ഭയങ്കരമെന്നാൽ ഭയമുണ്ടാക്കുന്ന എന്നാണ് അർത്ഥം. ഭയമുണ്ടാക്കുന്ന ഭംഗിയാണല്ലേ ടോമിന്റേത്. ഓ, സാഹിത്യകാരൻ ടോം ഗാർഷ്യ മാർക്കസ്. ടീന, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. എനിക്കറിയാം അർത്ഥമൊക്കെ. ഈ കഥ ഇങ്ങനെ എഴുതേണ്ടത്. നോബൽ സമ്മാനം അടുത്ത മാസം കിട്ടുമായിരിക്കുമല്ലേ? ടീന, എന്തോ? എന്താ? ഞാൻ എഴുതിയ എഴുത്ത് വരില്ലേ? ഉണ്ട വരും. ദേ, ഈ താഴെ കിടക്കുന്ന പോലുള്ള വെള്ള ഉണ്ടകൾ. ഡാഡി, മമ്മി. ടീനയ്ക്ക് കഴിവില്ലെന്ന് വെച്ച് കഴിവുള്ളവരെ കളിയാക്കരുത്. എനിക്കിന്ന് മനസ്സിലായി, എന്നിലൊരു സാഹിത്യകാരൻ ഉറങ്ങിക്കിടപ്പുണ്ടെന്ന്. സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചാണോ കിടന്നുറങ്ങുന്നത്? അതെന്താ? അല്ല, ആ ഉറങ്ങിക്കിടക്കുന്ന ആൾ പുറത്തേക്ക് വന്നെങ്കിൽ ഈ ഉണ്ടകളുടെ എണ്ണം ഒന്ന് കുറയുമായിരുന്നു. എന്തിനാ ടീന എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നേ? ദേ, എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ. വന്നാൽ കാണട്ടെ ഈ സാഹിത്യകാരന്റെ ഒരു ദേഷ്യം. വേണ്ട, നമ്മൾ തമ്മിലൊരു തർക്കം വേണ്ട. മൗനം വിദ്വാനുഭൂഷണം. അത് വിദ്വാനും. ടീനയ്ക്ക് അസൂയ. എന്റെ പേര് പുസ്തകത്തിലൊക്കെ അച്ചടിച്ചു വരുന്നതിലുള്ള അസൂയ. അച്ചടിച്ചു വന്നാൽ കൊള്ളാം. താങ്കളുടെ കൃതി വായിച്ചവരുടെ അടി വാങ്ങി വരരുത്. ഒന്നും ശരിയാകുന്നില്ല. എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല ടീന. ടീന കണ്ടോ, ഞാൻ എന്തായാലും ഒരു എഴുത്തുകാരനാവും. ഇമ്പോസിഷൻ ആയിരിക്കും ഉദ്ദേശിച്ചത്.
അത് ടീന എഴുതിയാൽ മതി. ഞാൻ കഥകളുടെ ലോകത്താണ്. ഞാൻ എഴുതിയ കഥകൾ ഈ ലോകത്തിലെ എല്ലാ ലൈബ്രറികളിലും നിറയും. ഒരിക്കൽ ടീനയും അത് വായിച്ച് രസിക്കും. ദൈവമേ, ഈ ലോകത്തെ കാത്തുകൊള്ളണേ. ആദ്യത്തെ കഥയുടെ പേര് ഞാൻ പറഞ്ഞു തരാം ടോം. ശരി, നോക്കട്ടെ. നല്ല പേരാണെങ്കിൽ പരിഗണിക്കാം. ആത്മകഥയാണല്ലോ ഇത്. ആണെങ്കിൽ മലർപ്പൊടിക്കാരന്റെ സ്വപ്നങ്ങൾ. കൊള്ളാം. അതിനർത്ഥം ഒരിക്കലും നടക്കാത്ത സ്വപ്നങ്ങൾ എന്നല്ലേ? ടീന, നിന്നെ ഇന്ന് ഞാൻ... എന്താ ടീന അവിടെ ഒരു ബഹളം? ടീന, ഡാഡിയോട് പറയരുത് പ്ലീസ്. ഒന്നുമില്ല ഡാഡി. ടീന, ഞാൻ എഴുതിയിട്ട് ശരിയാകുന്നില്ല. എന്ത് കഷ്ടാന്ന് നോക്കിയേ. അത്രയ്ക്ക് ആഗ്രഹമാണ് ടോമിനെങ്കിൽ നമുക്ക് കഥ എഴുതാൻ പഠിപ്പിക്കുന്ന എവിടെയെങ്കിലും ചേരാം. അത് കൊള്ളാം. ഇന്ന് തന്നെ പോയി ചേരാം. ധൃതി പിടിക്കല്ലേ ടോം. ആദ്യം നമുക്ക് ഡോക്ടർ അങ്കിളിന്റെ അടുത്ത് പോകാം. അങ്കിൾ നല്ല ക്ലാസ് എവിടെയാണെന്ന് പറഞ്ഞു തരുമായിരിക്കും. എന്നാൽ എളുപ്പം പോകാം. ഗുഡ് മോർണിംഗ് ടോം. എന്താ രണ്ടുപേരും കൂടി ഈ വഴിക്ക്? ഒരു കാര്യം ചോദിക്കാനായിരുന്നു. 5 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്യൂ, ഞാൻ ദേ എത്തി. ഇതാണ് നമ്മുടെ ടോം എഴുതി തുടങ്ങിയ കഥ. കണ്ടോ അങ്കിൾ എന്നെ ടീന കളിയാക്കുന്നത്? കളിയാക്കല്ലേ ടീന. അപ്പോൾ ടോമിന് ഗബോയെ പോലെ വലിയൊരു എഴുത്തുകാരനാവണം അല്ലേ? ഓ, ഡോക്ടർ അങ്കിളിനും അദ്ദേഹത്തിന്റെ ചുരുക്കപ്പേരൊക്കെ അറിയാമല്ലേ? എന്നാൽ പറ, ഞാൻ എന്താണ് ചെയ്യേണ്ടത് അദ്ദേഹത്തെ പോലെ ആകാൻ? ഏത് കോഴ്സിനാ ഞാൻ ചേരേണ്ടത്? ടോം അദ്ദേഹത്തെ പോലെ ആവാനല്ല ശ്രമിക്കേണ്ടത്, അതിലും വലുതാവാനാണ്. പിന്നെ ഈ ഒരു ആഗ്രഹം തുടങ്ങിയിട്ട് എത്ര നാളായി ടോം? ഒത്തിരി നാളൊന്നും ആയിട്ടില്ല. കുറച്ച് മണിക്കൂർ മാത്രമേ ആയിട്ടുള്ളൂ ഈ അസുഖം തുടങ്ങിയിട്ട്. അങ്കിൾ ഒന്ന് ചികിത്സിക്കണം. ടീന, കണ്ടോ അങ്കിൾ? പിന്നെയും ടീന, തീവ്രമായ ആഗ്രഹങ്ങളും വിശ്വാസമുള്ള പ്രവർത്തനങ്ങളും ഫലം കാണുക തന്നെ ചെയ്യും. ടോമിന്റെ ആഗ്രഹവും പ്രയത്നവും പോലെ ഇരിക്കും ഫലം. എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അങ്കിൾ. എത്ര നാൾ ഉണ്ടാവും ടോം? കുറെ നാളുണ്ടാകും. അതിപ്പോ തോന്നുന്നല്ലേ? സ്വപ്നം കാണൂ, തീവ്രമായി ആഗ്രഹിക്കൂ, പ്രയത്നിക്കൂ, പിന്നെ കാത്തിരിക്കൂ. ആ കണ്ട സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കും വരെ അതിൽ നിന്നും വ്യതിചലിക്കരുത്. ഇതൊക്കെ കുറെ സമയം എടുക്കുമല്ലേ? പൗലോ കൊയ്ലോയുടെ പ്രസിദ്ധമായൊരു വരിയുണ്ട്: നമ്മൾ എന്തെങ്കിലും നേടിയെടുക്കണമെന്ന് പൂർണ്ണ മനസ്സോടെ ആഗ്രഹിച്ചാൽ പ്രപഞ്ചത്തിൽ അതിനുവേണ്ടിയുള്ള ഗൂഢാലോചന നടക്കും. ആണല്ലേ? പക്ഷേ അതിലത്രയും തീവ്രത വേണം ടോം. എനിക്ക് തോന്നുന്നു ടോമിന് ആ പ്രശസ്തനായ സാഹിത്യകാരൻ കാരണം സാഹിത്യത്തോടുണ്ടായ ഒരു ഇൻഫാക്ച്വേഷൻ മാത്രമാണെന്നാണ്. ഒരു താൽക്കാലിക മോഹം, അതല്ലേ ടോം? അത് തന്നെ. അന്ന് സച്ചിൻ വിരമിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ സ്വീകരണം കണ്ട് ടോമിന് 2 ദിവസം ക്രിക്കറ്റിനോടായിരുന്നു ഭ്രമം. പിന്നെ വീണ്ടും പഴയ ഫുട്ബോൾ ആയി. ശരിയാ അങ്കിൾ. നമ്മുടെ മുൻ പ്രസിഡന്റ് പറഞ്ഞതുപോലെ സ്വപ്നങ്ങൾ കാണൂ. അതെ, എന്നിട്ട് അത് സാക്ഷാത്കരിക്കാൻ വേണ്ടി പ്രയത്നിക്കൂ. വിഷമിക്കേണ്ട ടോം. എല്ലാവർക്കും ചെറുപ്പത്തിൽ ഓരോരോ സ്വപ്നങ്ങൾ കാണും. പിന്നെ വലുതാവുന്നതിനനുസരിച്ച് കുറേ സ്വപ്നങ്ങൾ മാറും. എന്നാൽ നന്മയുള്ള ചിലത് മാറാതെ നിൽക്കും. ആ മാറാതെ നിൽക്കുന്ന ആഗ്രഹങ്ങളിൽ ഉറച്ച് വിശ്വാസത്തോടെ നിൽക്കുക. തീർച്ചയായും ശോഭിക്കും. താങ്ക് യു അങ്കിൾ. ഞാൻ വിശ്വാസത്തോടെയും ക്ഷമയോടും കൂടി ഇതിനായി പ്രയത്നിക്കും. ടോം, എല്ലാത്തിനുമുപരി നമ്മുടെ ദൈവത്തിന്റെ വചനങ്ങളിൽ വിശ്വസിക്കൂ. നമ്മുടെ ജീവിതത്തിന്റെ എഴുത്തുകാരനായ ദൈവം ബൈബിളിലൂടെ പറയുന്നത് ശ്രദ്ധിക്കൂ. വചനം ജെറമ്യ 29:11.
കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണിത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ആമേൻ. Tom and Tina.